ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഹിമ പറഞ്ഞ പോലെ അബി മുകുന്ദൻ്റെ വീട്ടിൽ പോവാട്ടോ. മുകുന്ദൻ്റെ വീട്ടിൽ പോയിട്ട് എനിക്ക് വക്കീലിനോടൊരു കാര്യം പറയുന്നുണ്ട്. നീ പറയും, നമ്മുടെ മഹിമയ്ക്ക് വക്കീൽ നല്ല ഇഷ്ടമാണ്. അത് സത്യം തന്നെയാണോ? സത്യമാണ് വക്കീലെ. പിന്നെ പക്ഷേ വക്കീൽ ഒരിക്കലും നമ്മുടെ മഹിമ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയരുത്. അതെന്താ അത് പറഞ്ഞാൽ വക്കീലിനോടുള്ള ഒരു ബഹുമാനം മഹിമയ്ക്ക് പോകും. അതുകൊണ്ടാണ്. അല്ല, ഇഷ്ടമാണെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട് വക്കീലെ, അവൾക്ക് വക്കീൽ നല്ല ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും കല്യാണം നടക്കേണ്ട ഒരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി നീട്ടിയല്ല മഹിമൻ്റെ മനസ്സിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഗൗരിയമ്മ കയറി വരിക. ഗൗരിയമ്മ കയറി വന്നിട്ട്, നീ എന്താടാ ഇവിടെ? അല്ല, ഞാൻ അന്ന് വക്കീലിനോട് നല്ല ദേഷ്യപ്പെട്ടിട്ടും നാണം കെടുത്തിയിട്ടൊക്കെ സംസാരിച്ചു. അപ്പോൾ അതിന് മാപ്പ് പറയാൻ വേണ്ടി വന്നാണ് പറഞ്ഞിട്ട് പറയണത്. അതെന്തായാലും നിൻ്റെ സ്വഭാവം വെച്ചിട്ട് നീ മാപ്പ് പറയാൻ വന്നതല്ല, വേറെ എന്തെങ്കിലും ഉദ്ദേശമായിട്ട് വന്നതായിരിക്കും പറഞ്ഞിട്ട് പറയണേ. ഇല്ല അമ്മ, ഞാൻ അതിന് വേണ്ടി മാത്രം വന്നാണ് പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് മുങ്ങാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗൗരിയമ്മ വിടുന്നില്ല. നമ്മുടെ മുകുന്ദനോട് ചോദിക്കുന്നുണ്ട്, എടാ നീ സത്യം പറയാം, അവൻ എന്തിനാ വന്ന്? ഇല്ല അമ്മ, അവൻ അന്ന് എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതിന് സോറി, അവൻ കുറ്റബോധം തോന്നിയിട്ട് അവൻ സോറി പറയാൻ വേണ്ടി വന്നാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോകണം നമ്മുടെ മഹിമൻ്റെ അടുത്തേക്കാണ് കേട്ടോ. മഹിമൻ്റെ അടുത്തേക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പം മഹിമ, നീ എന്തായാലും ഇപ്പോൾ വക്കീലിനോട് പോയി ഇഷ്ടം പറയരുത്. കാരണം ഇപ്പോൾ വക്കീലും ഒരു പ്രണയത്തിൻ്റെ ഒരു ഷോക്കിൽ തന്നെയാണ്. ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പോയി പറയാൻ വേണ്ടി പറഞ്ഞാൽ എന്തായാലും നിൻ്റെ ഒരു ഇഷ്ടം അവൻ വക്കീൽ നിരസിക്കും. നീ അങ്ങോട്ട് പോവേണ്ടതാണ്. അത് നീ പറഞ്ഞതല്ലേ. അപ്പം നിനക്ക് എന്നെ വിശ്വാസമില്ല. ഞാൻ അവിടെ പോയി സംസാരിച്ചതൊന്നും ഞാൻ ഈ പറഞ്ഞതൊന്നും വിശ്വാസമില്ല. നിനക്ക് ഞാനൊരു ശിക്ഷ തന്നതാണ്. അന്ന് നീ വക്കീലിനോട് അങ്ങനെയൊക്കെ പെരുമാറിയില്ല. അതിനുവേണ്ടി ഞാൻ നിനക്ക് ഒരു ഇത് തന്നതാണ്. ഞാൻ വക്കീലിനോട് എന്തായാലും ഇഷ്ടം പറയാൻ പോവുകയാണ്. എന്നിട്ട് വക്കീൽ ഇതാണ് പറയണമെന്ന് പറഞ്ഞാൽ ഓക്കെ. ഇതിന് മറിച്ചാണ് പറയണമെന്ന് പറഞ്ഞാൽ നീ ഗിരിയേട്ടൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയും, ഗിരിയേട്ടന് നന്നായി കിട്ടും എന്നൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ അബി അങ്ങോട്ട് പേടിയാവും കേട്ടോ. അയാളൊന്ന് വിറയ്ക്കുകയാണ്. കാരണം അങ്ങനെ നടന്നിട്ടേ ഇല്ല, വക്കീൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഇല്ലാത്ത കഥകളാണ് നമ്മുടെ അബി മഹിമയോട് പറഞ്ഞിരിക്കുന്നത്. അതിലായിട്ട് കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ ഗിരിക്ക് സ്വപ്നൻ്റെ കയ്യിൽ നിന്ന് എന്തോ കിട്ടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഞ്ജുവിനോട് പറയണേ, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവില്ല, ഇവളെ എന്തായാലും പിടിച്ച് വെച്ചേ പറ്റുള്ളൂ, ഇവളെ ഒരുപാട് ഓവറാവുന്നുണ്ട് പറഞ്ഞിട്ട് റൂമിൽ നിന്ന് വെളിക്ക് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങണം. ഗിരിൻ്റെ കയ്യിൽ എന്തോ വിലപ്പെട്ട ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, റിങ്ങാണ് തോന്നുന്നു, അറിയില്ല. എന്നിട്ട് നമ്മുടെ സ്വപ്നൻ്റെ അടുത്തും ചോദിക്കണേ, നിൻ്റെ എന്തായാലും പൈസ ഇല്ല, ഇത് 1 ലക്ഷം രൂപൻ്റെ സാധനമാണ്, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി, എനിക്ക് ആര് വാങ്ങിത്തന്നു പറഞ്ഞിട്ട് ചോദിക്കണത്. നമ്മുടെ സ്വപ്നമാണെങ്കിൽ കിടുകിടാ പറ. സഞ്ജയ് പറഞ്ഞാൽ ഭാനുമ്മൻ്റെ ഉള്ള ഒരു സ്നേഹവും പോകും. എന്താ ചെയ്യാന്നറിയില്ല. ഭാനുമ്മയ്ക്കാണെങ്കിൽ സഞ്ജയിന് ഇഷ്ടമേ ഇല്ല. കാരണം ഗിരിനെ കൊല്ലാൻ നോക്കിയവനല്ലേ. അതുകൊണ്ട് നമ്മുടെ ഭാനുമ്മയ്ക്ക് അവന് ഇഷ്ടമേ ഇല്ല. അവൻ വാങ്ങി തന്നാണെന്ന് പറഞ്ഞാൽ എന്തായാലും അവൾ നമ്മുടെ ചോട്ടിപ്പുറത്താക്കും. എന്നിട്ട് എന്തോ സ്വപ്നം നുണയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് തപ്പുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനുണ്ട് നമ്മുടെ മഞ്ജുവിൻ്റെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ ശാലിനി പോകണ്ട. ശാലിനി പോയിട്ട്, നിൻ്റെ ഭർത്താവ് എന്നെ ചതിച്ചു, എന്നെ വഞ്ചിച്ചു, അതിനുള്ള പ്രതികാരം ഞാൻ ചെയ്തിരിക്കും, നിങ്ങൾ രണ്ടാളും ഞാൻ എന്തായാലും മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളിക്കണം. പക്ഷെ നമ്മുടെ മഞ്ജുവിന് അതൊന്നും ഒരു കുലക്കവയില്ല. നമ്മുടെ മഞ്ജു, നീ ഒന്ന് പോടി, നീ എന്തോ ചെയ്യുന്നു, എനിക്ക് പറ്റണത് നീ ചെയ്തോ പറഞ്ഞിട്ട് അതൊക്കെ കേട്ടിട്ട് മിണ്ടാണ്ട് നിൽക്കാനിട്ട് നമ്മുടെ മഞ്ജുക്ക് അറിയാം. അവളോട് സംസാരിക്കാൻ പോയി പറഞ്ഞാൽ അതൊന്നും ഇപ്പോഴൊന്നും അവസാനിക്കുന്ന ഒരു ഇതല്ല. അവളിങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരും. നമ്മുടെ മഞ്ജു അത് ഒതുക്കി കൊണ്ട് പോകും. ഇവൾക്ക് ഇങ്ങനെ വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോ പണിയായിട്ട് വരട്ടെ വേണ്ടി നമ്മുടെ മഞ്ജു ഒരു പുച്ഛഭാവത്തോടെ അവൾ പറയണൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെയായിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.